ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന പഠനത്തിലേക്ക് എല്ലാവരെയും കർത്തനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 33-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 43 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗത്തിൻ്റെ തുടർ പാഠത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായകൊണ്ട് അത്രേ. കർത്താവ് സംസാരിച്ച വചനങ്ങളെ അവർക്ക് കേൾക്കുവാൻ, അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതിരുന്നത് അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ടായിരുന്നു എന്നാണ് കർത്താവ് അവരുടെ മനസ്സറിഞ്ഞ് കർത്താവ് സംസാരിച്ചത്. കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ എല്ലാം അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരുടെ മുൻവിധികൾ യേശു ഗലീലയിൽ നിന്ന് വന്നു. അതുപോലെ യേശു വലിയ അധികാരം കാണിക്കുന്നില്ല. യേശു ഒരു സാധാരണ മനുഷ്യനായി സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അവർക്ക് യേശുവിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിൽ യേശു ചെയ്തതും പറയുന്നതും ഒന്നും അവർക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ഗ്രഹിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവർ ഹൃദയ കവാടങ്ങളെ അടച്ചാണ് യേശുവിൻ്റെ മുമ്പിൽ നിന്നത്. അതുകൊണ്ടാണ് അവർക്കൊന്നും ഗ്രഹിക്കാൻ കഴിയാതിരുന്നത്. ഒരു കർത്താവോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ വചനം കേൾപ്പാൻ മനസ്സില്ലായുണ്ട് അത്രേ എന്ന് കർത്താവോട് പറയാനിടയാത്തത്. കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. കർത്താവ് പറഞ്ഞു, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുവാൻ എത്ര വട്ടം കോഴി ചേർക്കുന്ന പോലെ ചേർപ്പാൻ ഞാൻ ആഗ്രഹിച്ചു, നിങ്ങൾക്കോ മനസ്സായില്ല എന്നാണ് കർത്താവ് സാഹചര്യത്തെ നോക്കി പറഞ്ഞത്. അവരെ ദൈവ സംരക്ഷണയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുമ്പോൾ 90-ാം സങ്കീർത്തനമൊക്കെ വായിക്കുന്ന അത്യൻ്റെ ചെറിയൻ കീഴിൽ ക്ഷണം പ്രാപിക്കുന്നവർന്നൊക്കെയുള്ള സങ്കീർത്തനം പാടുകയും അതൊക്കെ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തവർക്ക് യഥാർത്ഥത്തിൽ ഈ സംരക്ഷകനായി വന്ന അത്യുന്നതനായിരിക്കുന്ന ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് അവൻ്റെ ചിറകിൻ്റെ നിഴലിൽ ശരണം പ്രാപിപ്പാൻ അവർക്ക് കഴിയാതെ പോയി. അതുകൊണ്ടാണ് കർത്താവരോട് പറഞ്ഞത്, നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇന്ന് രാത്രിയിലും മാനവംശത്തെ നോക്കി കർത്താവതാണ് സംസാരിക്കുന്നത്. മഹാദയാലുവായിരിക്കുന്ന കർത്താവ് അനർത്ഥങ്ങളെക്കുറിച്ച് അനുതപിച്ച് ഒരു വ്യക്തിക്ക് പോലും അനർത്ഥം വരരുത്, നാശത്തിലേക്ക് പോകരുത്, നരകാഗ്നിയിലേക്ക് പോകരുത് എന്ന് കണ്ടുകൊണ്ടാണ് കർത്താവ് അവരെ രക്ഷിപ്പാനുള്ള എല്ലാ മാർഗങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്നാൽ എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അത് ഉൾക്കൊള്ളത്തില്ല എങ്കിൽ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് ദൈവാത്മാവ് വാദിക്കുന്നത് നിർത്തിക്കളഞ്ഞ ഒരുപാട് ജീവിതങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് നമ്മോടും വാദിച്ചപ്പോൾ നമുക്ക് ആ ശബ്ദത്തെ തിരിച്ചറിയുവാൻ, നമ്മൾ ആരാണെന്നുള്ള ഉത്ബോധമുണ്ടായി. നമ്മുടെ രക്ഷകനായിരിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന അവൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിപ്പാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് കർത്താവോട് പറയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായികൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ് കർത്താവ് അവരോട് പറഞ്ഞത്. യേശു എപ്പോഴും തൻ്റെ പ്രവൃത്തി മുഖാന്തരമായി, തൻ്റെ സ്നേഹം മുഖാന്തരമായി, പ്രവൃത്തി മുഖാന്തരമായി, തൻ്റെ വചനം, അധികാരം ഇതെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് പിതാവാം ദൈവത്തിൻ്റെ മകനാണ് ക്രിസ്തുവെന്നാണ് ഇസ്രായേൽ ജനതയോട് സംസാരിക്കുന്നത്, യഹൂദന്മാരോട് സംസാരിക്കുന്നത്. എന്നാൽ അത് അവർക്കത് കേൾക്കുമ്പോൾ തന്നെ അവർക്കതിനോട് ഭയങ്കര വിദ്വേഷമാണ്. കാരണം ദൈവത്തിനായിരിക്കുന്നവനെ അവർക്ക് അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ സാധാരണ ജീവിതവും ക്രിസ്തുവിനെ നോക്കുമ്പോൾ അവർക്ക് ദൈവപുത്രനാണവൻ
എന്നുള്ളത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു സ്ഥിതി സംജാതമായിരുന്നു അന്ന് ആ യഹൂദന്മാരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു സ്വന്തം പിതാവാണ്, പിതാവാൻ ദൈവം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് വളരെയധികം എതിർപ്പുകൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ് സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, യേശു സത്യത്തെ വെളിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവം പിതാവായിട്ടുണ്ട്. കർത്താവ് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായിരുന്നുവെങ്കിൽ, അബ്രഹാം നിങ്ങളുടെ പിതാവായിരുന്നെങ്കിൽ, നിങ്ങൾ അബ്രഹാം പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുമായിരുന്നു. അബ്രഹാം ഒരിക്കലും ആരെയും കൊല്ലുവാൻ അവൻ തുനിഞ്ഞിട്ടില്ല. അവൻ നീതിമാർഗത്തിൽ സഞ്ചരിച്ചവനാണ്. അവനൊരിക്കലും അനീതിയുടെ മാർഗത്തിൽ നടന്നവനല്ല. കൊല്ലുവാൻ ആഗ്രഹിച്ചവൻ. അവൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയത് അവൻ ദൈവഭക്തനായിരുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പിശാചിൻ്റെ മോഹമാണുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ദൈവത്തിന് ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. എന്നാൽ പിശാചിന് മോഹമാണ്. മോഹവും ഹിതവും തമ്മിൽ വ്യത്യാസമുണ്ട്. മോഹവും ഇഷ്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. മോഹം എന്ന് പറയുമ്പോൾ അത് നാശത്തിലേക്ക് പോകുന്നതാണ്, പാപത്തോടുള്ള ബന്ധത്തിലുള്ളതാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊക്കെ പറയുമ്പോൾ ഇതെല്ലാം മോഹങ്ങളിൽ പെടുന്നതാണ്. പിതാവിൻ്റെ ഇഷ്ടം അത് മനുഷ്യരുടെ വിടുതലാകുന്ന വിശുദ്ധീകരണമാണെങ്കിൽ, ഈ സാത്താൻ്റെ മോഹം ഒരൊറ്റ വ്യക്തി പോലും ഈ ദൈവസ്നേഹത്തിലേക്ക് വരരുത്, നിത്യനരകാഗ്നിയിൽ പോകണം എന്നുള്ളതാണ് അവൻ്റെ മോഹം. നിങ്ങൾ അവൻ്റെ മക്കളാണ്. അതുകൊണ്ട് നിങ്ങളെ നോക്കുമ്പോൾ, നിങ്ങളെ പഠിക്കുമ്പോൾ, നിങ്ങളുടെ സംസാരത്തിൽ നിന്നും നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ, സത്യദൈവത്തിൻ്റെ സ്നേഹമല്ല നിങ്ങൾ വ്യാപരിക്കുന്നത്. നിങ്ങൾ വ്യാപരിക്കുന്ന, അനുസരണക്കേണ്ട ദൈവമായിരിക്കുന്ന പിശാചിൻ്റെ മോഹമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്നാണ് കർത്താവരോട് മുഖത്ത് നോക്കി പറഞ്ഞത്. പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. നേരിട്ട് മുഖത്ത് നോക്കി, യഹൂദന്മാരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക ഉണ്ട്, സത്യത്തിൽ നിൽക്കുന്നതുമില്ല. മോഹം എന്നുള്ളത് വഞ്ചനയിലൂടെയാണ് മോഹം സാധ്യമാക്കിയെടുക്കുന്നത്. മോഹം മോഹിപ്പിക്കുന്നത്, വഞ്ചിച്ചുകൊണ്ടാണ് മോഹം നിവർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സാത്താൻ്റെ മോഹം ഏദനിൽ കൊലപാതകനായി വെളിപ്പെട്ടപ്പോൾ ആദിമ മനുഷ്യരെ പൈശാചികൻ അവരെ പ്രലോഭിപ്പിച്ച് മോഹത്തിനടിമപ്പെടുത്തി അവൻ്റെ മോഹമായിരുന്ന ആത്മീയ മരണം അവരിൽ വിതയ്ക്കാനിടയായിരുന്നു. എന്നാൽ ദൈവമാർക്കും സത്യമാർക്കും ഒരിക്കലും പ്രലോഭിപ്പിക്കുന്നതല്ല, വഞ്ചിക്കുന്നതല്ല, അതൊരിക്കലും മനുഷ്യനെ കബളിപ്പിക്കുന്നതല്ല. സത്യത്തിൻ്റെ മാർഗമാണ്. സത്യം സംസാരിക്കും. സത്യം സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ പലർക്കും കഴിയത്തില്ല. നമുക്കറിയാം, സാമ്പത്തിക മേഖലകളിൽ പോലും പരിധിയിൽ കൂടുതൽ ലാഭം കിട്ടുക എന്നുള്ള രീതിയിൽ മോഹിപ്പിച്ചുകൊണ്ടുള്ള പല അഡ്വർടൈസ്മെന്റുകൾ കാണുമ്പോൾ പലരും അത് വീണ് പോകാറുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കണം, ഇങ്ങനെ 100 രൂപ കൊടുത്താൽ 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് ഇരട്ടിയാക്കി കൈ തരാം, അല്ലെങ്കിൽ ഭയങ്കര പലിശയാണെന്നൊക്കെ പറയുമ്പോൾ അത് മോഹമാണ്, അത് മോഹിപ്പിക്കുകയാണ്. അതിനെയാണ് മോഹിപ്പിക്കുക എന്ന് പറയുന്നത്. പ്രലോഭിപ്പിച്ച് അതിൽ ചാടിക്കുക, നമ്മുടെ ഉള്ളതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് സാധാരണ ബാങ്കുകാർ അവർക്കൊരു പലിശയുണ്ട്, ഇത്ര ശതമാനം എന്നുള്ളത്. അത് സത്യമാണ്, അത് അത്രയും കിട്ടും. അത് 8% 10%. പക്ഷേ അതിന് മീതെ ഒരു 25% അല്ലെങ്കിൽ 15% അത് ഡിക്ലെയർ ചെയ്ത് കൊണ്ടുവന്ന് വരുമ്പോൾ സാമാന്യ ബുദ്ധിയോട് ചിന്തിക്കണം, ഇത് കൊണ്ടിട്ടാൽ ശരിയാകുമോ, അത് ശരിയാകുമോ എന്നുള്ളത്. എങ്ങനെയാണത് അത് അതാണ് ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറയുക. മോഹമാണ്, അത് മോഹിപ്പിക്കുകയാണ്, പ്രലോഭനങ്ങൾ കൊടുക്കുക. അത് നമ്മളിലുള്ളതെല്ലാം ഇല്ലാതാക്കി കളയാൻ വേണ്ടിയാണ് അങ്ങനെ ഉള്ള മോഹം. ഇപ്പം നമ്മൾ ചിന്തിക്കണം,
ഒന്ന് ശ്രദ്ധിക്കണം. ഏതെങ്കിലും കാര്യം, ന്യായമല്ലാത്തതല്ലാത്ത കാര്യങ്ങൾ നൽകാമെന്ന് ആരെങ്കിലും വാഗ്ദാനം ചെയ്താൽ അത് മോഹിപ്പിക്കുന്നതാണ്. എന്നാൽ സത്യത്തിൻ്റെ മാർഗം എന്ന് പറയുമ്പോൾ അത് പരസ്യമാണ്, അത് രഹസ്യമല്ല, അതിനകത്ത് നീതിയുള്ളത് കൊണ്ട് അത് പകൽ പോലെ വെളിച്ചമായിരിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതിൽ മോഹം എന്താണ്, ഇഷ്ടം എന്താണെന്നുള്ളത് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളത് മനസ്സിലാക്കണം. ഈ എല്ലാ കാണുന്നതും പറയുന്നതും ശരിയാണോ എന്നുള്ളത് മനസ്സിലാക്കി ഇത് മോഹിപ്പിക്കുന്നതാണ്, പ്രലോഭനം വരുന്നതാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അതൊരിക്കലും നമ്മെ രക്ഷിക്കത്തില്ല, നമ്മെ അത് നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള മോഹങ്ങൾ, ജഡത്തിൻ്റെ മോഹങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണമെന്നും ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിവിധ രീതിയിലുള്ള മോഹങ്ങൾ ഉണ്ടാക്കി മനുഷ്യനെ പ്രലോഭനത്തിൽ അടിമപ്പെടുത്തി കൊലപാതകം നടത്തുന്ന ജോലിയാണ് സാത്താൻ ചെയ്തത്. ഏദനിൽ പിശാച് അവന് നേരിട്ട് പ്രവർത്തിക്കാൻ കയറാതിരുന്നത് പറ്റാത്തത് കൊണ്ട് പാമ്പിൽ ആൾമാറാട്ടം നടത്തിയവൻ അവിടെ കയറുകയും ആദിമ മാതാപിതാക്കളെ ഹൗയെ മോഹിപ്പിച്ച് അവളെ പാപത്തിനപ്പെടുത്തി വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാൻ കാരണമായി തീർന്ന് അവളെ ആത്മാവിൽ കൊന്നുകളയാൻ തീർന്നു. കൊലപാതകം അവിടെയാണ് തുടങ്ങിയത്. ആദ്യം മുതൽ കൊലപാതകം. ആ കൊലപാതക വശീകരണത്തിൻ്റെ ശക്തി അത് തുടർന്ന് ആദിമ മാതാപിതാക്കളിലൂടെ സകല മനുഷ്യരേക്കും പരക്കുവാനിടയായി തീർന്നു. പിന്നീട് ജഡമരണം. ഹാവേല് നീതിയുക്തമായി ജീവിച്ച വ്യക്തിയാണെങ്കിൽ അവനെ കൊന്നുകളയുവാൻ തക്കവണ്ണം ജഡമരണത്തിനും കാരണമായി തീർന്നത് പൈശാചികന്റെ മോഹം ജനിപ്പിക്കുകയായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്ന അവനും മോഹിച്ചു. ഖൈനിൽ മോഹം കൊടുക്കുകയാണ്. ഈ ഹാബേലിന് ദൈവപ്രസാദം കിട്ടിയത് കൊണ്ട് അവൻ വിചാരിച്ചത് അവന് ലഭിക്കുമെന്നാണ്. സാധാരണ ഇവനെ കൊണ്ടു നടന്നത് നിന്നിൽ ദൈവം പ്രസാദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആലോചനയ്ക്കനുസരിച്ച അവൻ പോയതെങ്കിൽ ദൈവം അവൻ്റെ കാര്യത്തിൽ വഴിപാടിന് ഇഷ്ടപ്പെട്ടില്ല. അത് അവൻ്റെ ഇഷ്ടം നിറവേറാതെ വന്നപ്പോൾ അവന് കോപം ചെല്ലിക്കുകയാണ്. മണ്ണത്തിലേക്ക് അത് ഇടയാത്തീർന്നു. അപ്പം ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് പിശാച് എപ്പോഴും അറുക്കുവാനും മുടിപ്പാനും നശിപ്പിപ്പാനും അല്ലാതെ അവൻ വരുന്നില്ല. പക്ഷെ അറുക്കുവാനും മുടിപ്പാനും നശിപ്പാനും വരുന്നവൻ ഒരു കൊലപാതകന്റെ വേഷത്തിലല്ല വരുന്നത്. അവൻ ആൾമാറാട്ടം നടത്തിയേ വരികയുള്ളൂ. അപ്പോൾ ഏത് വിധത്തിൽ എങ്ങനെ ഒരു ഭവനത്തിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ ഒരു സഭയിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ പ്രവേശിക്കാം എന്നുള്ളതിൻ്റെ പഴുത് അന്വേഷിച്ച് നടക്കുന്നവനാണ് പൈശാചികൻ, അവൻ്റെ ശക്തികളും. അതുകൊണ്ടാണ് നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. നമുക്ക് ദൈവനെ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും വചനത്തിനനുസരിച്ച് ജീവിക്കുകയും ദൈവത്തിൽ നമ്മുടെ ആഗ്രഹം വെച്ച് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനൊരിക്കലും നമ്മളെ പ്രവേശിപ്പാൻ പഴുത് കാണത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ളതായ ഒരു ഇടം കിട്ടുമോ എന്നാണ് സാത്താൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പിശാചിന് ഇടം കൊടുക്കരുത്, സാത്താൻ ഇടം കൊടുക്കരുത്. അവൻ അല്പം നുഴഞ്ഞു കയറുവാനുള്ള ഒരു സാഹചര്യം ഉളവാക്കി കൊടുത്താൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മരണത്തിലേക്ക് എത്തുവാനിടയാത്തരും. അപ്പം അങ്ങനെ ഈ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിൽ കൊലപാതകം നടത്തണം, കൊല്ലണം, അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിൽക്കുന്നവർ ആരാണെങ്കിലും അവരെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ചിന്തയാണ്, ഒരു മനോഭാവമാണ് ഉണ്ടായിരുന്നത്. എന്ന ലോകത്തിൽ അത് തന്നെയാണ് കാണുന്നത്. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഈ നാശത്തിൻ്റെ വിത്ത് വിതച്ചുകൊണ്ട് കൊലപാതകത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കാരണം പ്രധാനമായിട്ടിരിക്കുന്നത് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് അതീതമായി മറ്റാരെങ്കിലും പ്രവർത്തിച്ചാൽ അവരെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ചിന്തയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്ന ദൈവത്തിൻ്റെ സ്നേഹമുള്ളവർ എപ്പോഴും ചിന്തിക്കുന്നത് ആർക്കും ഒരു ദോഷം സംഭവിക്കരുത്,
ആരും നശിച്ചു പോകരുത്, അവരെല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പരിശുദ്ധാത്മാവിലൂടെ ദൈവസഭയിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ഈ ദിവസങ്ങളിൽ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ദൈവസഭകൾ. നമുക്കൊരിക്കലും നമ്മളാരും നശിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഇനിമേൽ പ്രാർത്ഥിക്കത്തുമില്ല. നമ്മുടെ പ്രാർത്ഥന എല്ലാവരും രക്ഷപ്പെടണം, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്രാപിപ്പാൻ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹമാണ് ദൈവാത്മാവുള്ള ദൈവസഭയ്ക്കുള്ളത്. നമ്മളതുകൊണ്ടാണ് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ജാഗരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ യഹൂദന്മാരെ സംബന്ധിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മതത്തിൻ്റെ ഭ്രാന്തി പിടിച്ചുകൊണ്ടവർ യേശുവിനെ അംഗീകരിക്കാൻ കഴിയാതെ ഏത് വിധത്തിലും യേശുവിനെ കൊല്ലണം എന്നുള്ള ചിന്തയോടെ ആയിരുന്നു അവർ അവിടെ ആയിരുന്നതെന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ 8-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഇവരോട് സംസാരിക്കുമ്പോൾ യേശുവിനെ കൊല്ലണം എന്നുള്ളത് ഇവർക്ക് ചിന്തയുണ്ടെങ്കിലും അതിന് സാധിക്കാതെ പോയത് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 8-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലാണ്. അവിടെ നാഴിക അതുവരെയും വന്നിട്ടില്ലായതുകൊണ്ട് ആരും അവനെ പിടിച്ചില്ല. അപ്പോൾ കർത്താവ് ഇങ്ങനെ ശക്തിയായിട്ട് സംസാരിക്കുമ്പോൾ, പിതാവ് എൻ്റെ പിതാവാകുന്നു ദൈവം എന്നുള്ളതൊക്കെ പറയുമ്പോൾ ഇവര് അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇവനെ പിടിക്കുവാൻ പരിശ്രമിച്ചെങ്കിലും ആർക്കും സമയത്തിന് മുമ്പ് അവൻ്റെ മേൽ കൈവയ്പ്പാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ അവനിൽ സത്യമില്ലായതുകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. ഞാൻ ബോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. സാധാരണ എപ്പോഴും സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നവനും അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, സ്വയത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അവൻ എടുത്തു പറയുന്നത്. കാരണം മെനഞ്ഞെടുക്കുന്ന കഥകളാണ് സാക്ഷ്യമായി പ്രസ്താവിക്കുന്നത്. സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, മറ്റാരും കണ്ടിട്ടില്ല. നമുക്കറിയാമല്ലോ, ഈ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്ന സാക്ഷ്യങ്ങൾ അത് വേറെ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അവര് കഥകൾ മെനഞ്ഞ് പറയുന്ന കാര്യങ്ങളുണ്ട്, സാക്ഷ്യങ്ങളാണെന്ന് പറഞ്ഞ് പ്രസ്താവിക്കും. അതിനൊരു സാക്ഷ്യമുണ്ടെന്ന് വെച്ചാൽ ആരുമില്ല. അവർ ചിലപ്പം തലേദിവസം രാത്രി ചിന്തിക്കുന്നതായിരിക്കും നാളെ എന്താ സാക്ഷ്യം പറയുന്നത്. അവർ മെനഞ്ഞെടുക്കുന്നവരാണ്. അങ്ങനെയാണ്, അതാണ് സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നവർ. ദൈവമക്കളാണ് നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ളൊരു സാക്ഷ്യം പറയുന്നവരല്ല. നാം സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നവരല്ല. സ്വന്തം അനുഭവങ്ങളെ പറയും, പക്ഷെ നമ്മുടെ സ്വന്തം അനുഭവങ്ങൾക്ക് സാക്ഷ്യമുണ്ടായിരിക്കും. നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ സാക്ഷ്യമായി പറയുമ്പോൾ ആ സ്വന്തം അനുഭവങ്ങൾ ആമേനെന്ന് പറയുവാൻ അതിന് ഒന്നിലധികം സാക്ഷികളെങ്കിലും ഉണ്ടായിരിക്കും. അതാണ് യഥാർത്ഥമായ സാക്ഷ്യം. അല്ലാത്തതെല്ലാം മെനഞ്ഞെടുക്കുന്ന ബോഷ്കിൽ നിന്ന് ഉളവാകുന്ന സാക്ഷ്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാം. അത് ഒരുപക്ഷെ സ്വന്തം സ്ഥലത്ത് പറ്റത്തില്ല, മറ്റെവിടെയെങ്കിലും പോയി വിളമ്പാൻ കഴിയും. സ്വന്തം സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നവർ അത് പല കഥകൾ മെനഞ്ഞ് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ രാത്രിയിൽ മനസ്സിലാകേണ്ടത് അത് ബോഷ്കിൻ്റെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. എന്നാൽ നമ്മളാരും സ്വന്തത്തിൽ നിന്ന് കഥ മെനഞ്ഞല്ല നാം കാര്യങ്ങൾ പറയുന്നത്. നാം പറയുന്നതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്, അനുഭവങ്ങളാണ്, സാക്ഷ്യങ്ങളാണ്. യേശു ഒരിക്കലും മെനഞ്ഞെടുത്ത കുറേ കാര്യങ്ങൾ പറയുകയല്ല ചെയ്തത്. അവൻ നിരൂപിച്ചെടുത്ത കാര്യങ്ങളെ പറയുകയല്ല ചെയ്തത്. അവൻ സാക്ഷാൽ ഉള്ള കാര്യങ്ങളെയാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ പിശാചിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഇല്ലാത്തതിനെ അവൻ ഉള്ളതുപോലെ അവൻ മെനഞ്ഞെടുത്ത് കഥകളാക്കി പ്രസ്താവിക്കുന്നതിനെയാണ് സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതെങ്കിലും സംഭവിച്ചതാണ്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ദൈവം എന്ത് പറഞ്ഞോ അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ സ്വന്തത്തിൽ നിന്നാണ് അവൻ എടുത്തു പറഞ്ഞത്. ദൈവൻ എവിടെ നിന്ന് കിട്ടിയതാ? അപ്പം ദൈവം പറഞ്ഞു തിന്നുനാളിൽ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ച് അവനെന്ത് ചെയ്തു? സ്വയത്തിൽ നിന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്വയത്തിൽ നിന്ന് പറഞ്ഞ വ്യാജത്തിൽ വിശ്വസിപ്പാൻ
ഹവ്വയ്ക്ക് ഹവ്വയുടെ മനസ്സ് അതിൽ കേന്ദ്രീകരിക്കുവാൻ ഇടയാത്തുനിന്നാണ് ആദിമ പാപം ഉണ്ടാകുവാൻ കാരണമായി തീർന്നത്. സാത്താൻ സ്വയത്തിൽ നിന്ന് എടുത്തു പറഞ്ഞു. എന്നാൽ ദൈവമുള്ള കാര്യം പറഞ്ഞു, സത്യം പറഞ്ഞു, തിരുനാൾ മരിക്കുമെന്ന് പറഞ്ഞു. തിരുനാൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവിടെ കഥ മെനഞ്ഞ് അവരെ എന്ത് ചെയ്തു? അതിനെ തീറ്റിക്കുവാൻ ഇടയായി തീർന്നു. അതാണ് ഒന്നാമത്തെ പാവമായി മനുഷ്യവംശത്തിന്മേൽ ഉണ്ടാകുന്നത്. കഥാ പറഞ്ഞ സ്വന്തം എഴുത്തുകാരൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഈ സത്യസാക്ഷ്യമാണെങ്കിൽ വളച്ചിട്ടില്ലാതെ സാക്ഷ്യം പറയും. ഒരേ സാക്ഷ്യം രണ്ട് സ്ഥലത്ത് പറയുമ്പോൾ വ്യത്യസ്തതയുള്ളതാണെങ്കിൽ കള്ളസാക്ഷ്യമാകാം. എന്നാൽ സാക്ഷ്യം പറയുന്ന സത്യമാണെങ്കിൽ അതെവിടെ പറയുമ്പോഴും അത് ഒന്നായിരിക്കും. അത് ഉണ്ടാക്കി പറഞ്ഞതല്ല, യാഥാർത്ഥ്യമായിരിക്കും. അതാണ് യഥാർത്ഥമായ കാര്യം. ഇവിടെ കഥാകഥ പറഞ്ഞത് സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു, അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. നമുക്കങ്ങനെ അറിയാം. ഒരുപാട് പിരിവുകാർ മറ്റുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവർ മെനഞ്ഞുകൊണ്ട് വരുന്ന ചില കഥകളുമായിട്ട് വരുന്നവരുണ്ട്. യാഥാർത്ഥ്യമുള്ളവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ എങ്ങനെ ഒരു മനുഷ്യനെ പറ്റിക്കണം എന്നുള്ള ചിന്തയോടെ വരുന്നവർ വരുന്ന വഴിക്ക് ചിന്തിച്ചുകൊണ്ട് വരുന്നത് ഇന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ഏത് റോളാണ് അഭിനയിക്കേണ്ടതെന്ന രീതിയിലാണ് വരുന്നത്. അപ്പം അങ്ങനെ പൈശാചികന്റെ ആധിപത്യത്തിൽ അനേകര് സ്വന്തത്തിൽ നിന്ന് മെനഞ്ഞെടുക്കുന്നത് സ്വയം നിരൂപണങ്ങളെ പ്രസ്താവിച്ചുകൊണ്ട് വഞ്ചനയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ദൈവമക്കളാരും സ്വയം നിരൂപണങ്ങളിൽ നിന്നല്ല, സ്വന്തം അനുഭവങ്ങളിൽ നിന്നും ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നിന്നുമാണ് ദൈവമക്കൾ സംസാരിക്കുന്നത്. കഥ പറഞ്ഞു, സാത്താൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവനാണ് ബോഷ്കിൻ്റെ ഉടമസ്ഥൻ. അവനിൽ നിന്നാണ് ബോഷ്ക്ക് ജനിച്ചത്. അപ്പോൾ എവിടെ നിന്നാണ് കള്ളമുളവായതെന്ന് ചോദിക്കുമ്പോൾ ഉളവായത് ദൈവത്തിൽ നിന്നല്ല. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന് ദൈവനം പറയുമ്പോൾ, യേശുവിനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന് കൊലസ്ലേഖത്തിൽ പറയുമ്പോൾ നമ്മളാരും ആ വചനം വെച്ച് പറയരുത് ഈ ബോഷ്ക്കുണ്ടായതും യേശു എന്നാണെന്ന് പറയാൻ പാടില്ല. ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല എന്ന് പറയുമ്പോൾ ബോഷ്ക്കൊന്നും ഉളവായത് ദൈവത്തിൽ നിന്നല്ല, അത് ഉളവായത് സാത്താനിൽ നിന്നാണ്. അതുകൊണ്ട് പറഞ്ഞത് അവൻ അതിൻ്റെ അപ്പനുമാകുന്നു. കഥ പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ ഉത്ഭവമാകുന്നു. അവനാണ് ബോഷ്ക്ക് ഉത്ഭവിപ്പിച്ചത്, അവനിൽ നിന്നാണ് വ്യാപരിച്ചത്. അന്ന് വ്യാപരിച്ചു തുടങ്ങിയ, ഏദനിൽ വ്യാപരിച്ചു തുടങ്ങിയ വ്യാജത്തിൻ്റെ ശക്തി, ബോഷ്കിൻ്റെ ആത്മാവ്, അത് ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മാറിപ്പോകുന്നത് ഒടുക്കത്തെ നാൾ വരെ ബോഷ്കിൻ്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കും. ബോഷ്കിൻ്റെ ആത്മാവ് ഇവിടെ കാണും. നമുക്ക് ഏതൊക്കെ പഠന സമയമാകുമ്പോൾ അത് വളരെ വലുതായിരിക്കും. ഇപ്പോൾ വഴി തടഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യത്തിൻ്റെ ആത്മാവ്, അതാണ് ഈ അധർമ്മത്തിൻ്റെ ശക്തിയെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അസത്യത്തിൻ്റെ ശക്തിയെ, ബോഷ്കിൻ്റെ ശക്തിയെ തടഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് മാറിക്കഴിയുമ്പോൾ ബോഷ്കിൻ്റെ വ്യാപാര ശക്തിയുടെ വ്യാപരിപ്പാനിടയായിത്തീരും. അനേകരെ വഞ്ചിച്ച് എന്ത് ചെയ്യും? നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ വരാൻ പോകുന്ന സംഭവങ്ങളുടെ ബന്ധത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1000 ആണ്ട് ഇവനെ ചങ്ങലക്കിട്ട് പൂട്ടിക്കഴിയുമ്പോഴും ബോഷ്കിൻ്റെ ഭൂതാത്മാക്കൾ ഇവിടെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് അവനെ അഴിച്ചുവിട്ട് കഴിയുമ്പോൾ നമുക്കറിയാം, ഗോഗുമക യുദ്ധത്തോടു കൂടിയാണ് ബോഷ്കിൻ്റെ അപ്പനായിരിക്കുന്ന പിശാചിനെ പിടിച്ചു കെട്ടി അവനെ വഞ്ചിക്കുന്നത്. ഭൂലോക ജാതികളെ മുഴുവനും വഞ്ചിക്കാൻ ബോഷ്ക് വ്യാപരിച്ചുകൊണ്ട്, വഞ്ചന പുറപ്പെടുവിച്ചുകൊണ്ട് 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ കർത്താവിൻ്റെ സമയത്ത് ഭരണത്തിന് ശേഷമായി ഇവനെ അഗാധത്തിന് അഴിച്ചുവിടുമ്പോൾ അവൻ അവിടെയും വഞ്ചിക്കുന്ന ബോഷ്ക്ക് പറഞ്ഞുകൊണ്ട് മനുഷ്യജാതി അവൻ്റെ പിന്നിലാക്കുമെന്നും അവസാനം തീയിറങ്ങി നശിച്ചുപോയതിനെ കുറിച്ചും അവനെ പിടിച്ച് കെട്ടി ജീവനോടെ അഗ്നിരത്തെ തള്ളിക്കളയുന്നതിനെ കുറിച്ചും ബൈബിൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ ബോഷ്കിൻ്റെ അപ്പൻ ജനിച്ചത് അത് നമുക്കറിയാം. അവൻ ലൂസിഫർ എന്നുള്ള ശക്തിയായി അത് വ്യാപരിച്ച് മോഹം ജനിപ്പിച്ചുകൊണ്ട്, ബോഷ്ക്ക് പറഞ്ഞുകൊണ്ട്, ബോഷ്കിൽ തന്നെ നിന്നുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് സത്യം പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാതെ പോകും. പിശാചിന് ഭയങ്കര സംശയമാണ്. കാരണം അവൻ ബോഷ്കിൻ്റെ ഉറവിടമായതുകൊണ്ടാണ് എല്ലാം വിശ്വസിക്കാൻ കഴിയാത്തത്. അവൻ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സാത്താൻ രക്ഷയില്ലാത്തത്.
കാരണം അവൻ അതിൻ്റെ ബോഷ്കിൻ്റെ ഉറവിടമാണ്. അവനെങ്ങനെ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയും? അതുകൊണ്ട് അവനൊരിക്കലും നേരെ വരാൻ കഴിയാത്തതിൻ്റെ കാരണം അവനാണ് ബോഷ്കിൻ്റെ ഉറവിടമായതുകൊണ്ട്, അതിൻ്റെ അപ്പനായതുകൊണ്ടാണ് പിശാചിനൊരിക്കലും സത്യത്തെ അതിനെ അംഗീകരിച്ച് അവന് നേരായ വഴിയിൽ വരാൻ ഇല്ലാത്തതിൻ്റെ കാരണം അവൻ ബോഷ്കിൻ്റെ ഉറവിടമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവനൊരിക്കലും മാറ്റമില്ലാതെ ഇരുളായി തന്നെ നിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നതിനെ വിശ്വസിക്കുവാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നാൽ സത്യം പറയുന്നത് കൊണ്ട്, യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ഇന്നും അതുതന്നെ സംഭവിക്കുന്നത്. ഞാൻ പറയട്ടെ, ഉണ്ടാക്കിയ കുറേ സാക്ഷ്യങ്ങളും കഥകളും പറയുകയാണെങ്കിൽ കേൾക്കാൻ ഒരുപാട് പേര് കാണും, പെട്ടെന്ന് വൈറലാകും. വേണമെങ്കിൽ വലിയ സാക്ഷ്യമാണെന്ന് പറയും, വലിയ ടെസ്റ്റ് മണിയാണെന്ന് പറയും. പക്ഷെ എന്നാൽ ദൈവവചനത്തിൻ്റെ സത്യത്തെ ആ ഹൃദയത്തിൻ്റെ സത്യത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ അന്ന് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയതുപോലെ ഇന്നും പലർക്കും ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. കഥ പറഞ്ഞു, ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. കഥ പറഞ്ഞു, നിങ്ങളിൽ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാതെ. കർത്താവ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ തെറ്റൊരു പാപമായി ചൂണ്ടിക്കാണിക്കുവാൻ ഉണ്ടോ എന്നാണ് ദൈവം അവരോട് ചോദിച്ചത്. ഈ ഒരു ചോദ്യം ചോദിക്കുവാൻ ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും കഴിയത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവം മനുഷ്യനായി വന്നപ്പോൾ അവനിൽ ഇരുളില്ലാതിരുന്നത് കൊണ്ട്, പാപമില്ലാതിരുന്നത് കൊണ്ട് അവൻ പറയുകയാണ്, നിങ്ങളിൽ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. കാരണം സത്യത്തിൽ നിന്ന് യേശുവിനെ, ആ സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന ക്രിസ്തുവിനെ അവർക്കാർക്കും നീ ചെയ്തത് തെറ്റാണെന്ന് തെളിയിക്കുവാൻ ഒരു കാര്യം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, അവനിൽ പാപമില്ലാത്തവനാണ്, പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഒരിക്കലും അവനിൽ പാപമില്ലായിരുന്നു. അവനിൽ പാപമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ വഹിപ്പാൻ അവന് കഴിഞ്ഞത്. കർത്താവ് ചോദിച്ചാൽ, നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? 3 വർഷത്തെ ശുശ്രൂഷയുടെ ഏകദേശം തീരുന്ന സമയമായപ്പോൾ പരിശുശ്രൂഷയുള്ള ബന്ധത്തിൽ കർത്താവ് ചോദിക്കുക, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? ചോദിച്ചത് എൻ്റെ എത്രയാവുള്ളൂ, സിമ്പിളായിട്ട് ഇതാ ചോദിച്ചത്, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതായി നിങ്ങൾക്ക് തെളിവ് തരാമോ? വാക്കിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് എന്നുള്ളത് എടുത്തു കാണിക്കുവാനുണ്ടോ എന്നാണ് ദൈവരോട് ചോദിച്ചത്. ഞാൻ സത്യം പറയുന്നു എങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാതെ. കഥ പറഞ്ഞു, നിങ്ങൾക്കാർക്കും അതിന് സാധിക്കത്തില്ല. യേശു തെറ്റ് ചെയ്തെന്ന്, യേശു ഒരു തിന്മ ചെയ്തെന്ന്, യേശു പക്ഷപാതപരമായിട്ടൊരു കാര്യം ചെയ്തെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഒരു തെളിവ് നൽകുവാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ എല്ലാ വായും അടയുവാനിടയാത്തുന്നു. ഒരൊറ്റ വ്യക്തിക്ക് പോലും യേശു ഒരു തെറ്റ് ചെയ്തെന്ന്, ഒരു കടുകുമണിയോളമുള്ള ഏതെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ ഇല്ലാതിരുന്നു. സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. ഈ ലോകത്തുള്ള ഒരൊറ്റ മനുഷ്യന് പോലും ഈ ഒരു ചോദ്യം ചോദിപ്പാൻ കഴിയത്തില്ല. മനുഷ്യൻ ജനിച്ച ഒരു വ്യക്തിക്ക് പോലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയും. നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. നമ്മളെ ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് കാണിക്കാം എന്നോ ചോദിച്ചാൽ ചോദിക്കണ്ടല്ലോ. ചോദിക്കാതെ തന്നെ എത്രയോ തെറ്റുകളെ എടുത്തെടുത്ത് പറയാൻ സാധിക്കും. അല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾ പറയത്തില്ലേ, നമ്മുടെ നാട്ടിൽ തന്നെ പറയത്തില്ലേ, സഭയെ പറയത്തില്ലേ, ഇത്ര എന്തെല്ലാം കുറവുകൾ നമുക്കുണ്ട്. എങ്കിലും കരുണാമനായിരിക്കുന്ന ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഞാൻ നിങ്ങളുടെ ദിവസങ്ങളിൽ വേഷവിധാനത്തിൽ യേശുവിൻ്റെ സാക്ഷികൾ എന്ന് പറയുവാനല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന്
യേശുവിനെ പ്രദർശിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അതാണ് സത്യത്തിൻ്റെ യഥാർത്ഥമായ മാർഗമെന്ന് ഇന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്താവെ, പറഞ്ഞറിയിക്കുന്ന ഒരു വിശ്വാസിയാകാതെ അത് വേഷത്തിൽ നിന്നോ നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി എന്ന് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നമ്മുടെ സംസാരത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വ്യത്യസ്തതയുള്ളവനാണ്, ഈ ലോകത്തിൽ ഒരു മാറ്റമുള്ളവനാണ്. യഥാർത്ഥമായി ഇവനൊരു മാറ്റമുണ്ടെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി തീരുവാൻ, യേശുവിനെ വായിച്ചെടുക്കുവാൻ ഒരു ജീവിതമായി തീരുവാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ എത്ര ശ്രേഷ്ഠകരമായിരുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ജീവിതത്തിന് ഉടമയായെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. നാം ക്രിസ്തുവിനെ പൂർണ്ണമായി പ്രദർശിപ്പിക്കുന്നതിനായി തീരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ദിവസം നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം, കർത്താവേ, അങ്ങേപ്പോലെ ആക്കുവാൻ, അങ്ങ് ഭൂമിയിൽ ജീവിച്ചതുപോലെ ആക്കുവാൻ, അങ്ങ് സംസാരിച്ചതുപോലെ സംസാരിപ്പാൻ, ഓരോ സാഹചര്യങ്ങളിലും അങ്ങ് കാണിച്ച മാതൃക പിൻപറ്റുവാൻ എനിക്കും കൃപ നൽകണമേ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ തിരുവചന പഠനത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാട്ടെ. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ചെയ്യാതെ ഏതെങ്കിലും വനാന്തരത്തിൽ പോയിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ വലിയ തെറ്റൊന്നും ചെയ്യാത്തവരാണെന്ന് പറയും കൺമനുഷ്യരോട്. എന്നാൽ നമ്മളെ കർത്താവ് അങ്ങനെ ഒരു ജീവിതമല്ല തന്നിരിക്കുന്നത്. യേശു അങ്ങനെ വന്നിട്ട് ഏതെങ്കിലും മലയിൽ കയറി ഒരു മനുഷ്യരോട് ഇടപെടാതിരുന്നല്ല യേശു ഉപദേശിച്ചത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങി വന്ന അവരുമായി ഇടപഴകി, അവരുടെ എല്ലാ കാര്യങ്ങളും ഇടപഴകിയാണ് യേശു ജീവിച്ചത്. രാത്രി അവൻ പ്രാർത്ഥിക്കുമായിരുന്നു, പകൽ ജനത്തിൻ്റെ മധ്യത്തിലുണ്ടായിരുന്നു ക്രിസ്തു. എന്നിട്ട് ചോദിച്ചത്, ഞാൻ നിങ്ങളോട് കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് എന്നെക്കുറിച്ച് പറയുവാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒരു പിഴവ് പറയുവാനില്ലാതെ എല്ലാവരുടെ നാവും മൗനമായി തീർന്നപ്പോൾ യേശു ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ എന്നെ വിശ്വസിക്കാത്തത് എന്താണ്? ഞാൻ പറയുന്നത് ഒരു തെറ്റും നിങ്ങളുടെ മുമ്പിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് സാക്ഷ്യമാണ്. ഞാൻ എൻ്റെ സ്വന്തത്തിനെടുത്ത് പറയുന്നതല്ല, നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ജീവിതം പരസ്യമാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ഒരു തെറ്റെങ്കിലും എടുത്തു കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് പറയുക, അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റും ഇല്ല എന്ന് നിങ്ങൾ മൗനം സമ്മതിച്ചെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാത്തത് എന്ത്? ഇന്ന് രാത്രിയിലും ലോകത്തോട് ചോദിക്കാനുള്ളതാ, യേശുവിൽ ഏതെങ്കിലും ഒരു തെറ്റ് ലോകത്തുള്ള ആർക്കെങ്കിലും വെളിപ്പെടുത്തുവാൻ കഴിയുമോ? ഇല്ല. ലോകത്തുള്ള ഒരൊറ്റ വ്യക്തിക്ക് പോലും ക്രിസ്തു ചെയ്തത് പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കുവാൻ ഒരൊറ്റ ശക്തിക്കും കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവനിൽ തെറ്റില്ല എങ്കിൽ അവൻ പറഞ്ഞത് മുഴുവനും സത്യമാണെന്നുള്ളത് വിശ്വസിക്കുവാൻ കൂടിയുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുകയാണ്. കർത്താവിനെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് എല്ലാവരും നല്ലതേ പ്രസംഗിക്കാറുള്ളൂ. യേശു ചെയ്ത തെറ്റെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ആർക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവനിൽ തെറ്റില്ല എങ്കിൽ, ഊനമില്ലെങ്കിൽ, അവനിൽ യാതൊരു പാവമില്ലെങ്കിൽ, അവനല്ലേ സാക്ഷാൽ ദൈവം? യാതൊരു പാവമില്ലാത്തവനെയാ ദൈവമെന്ന് പറയുന്നത്. പാവമില്ലാത്തവൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെ കളഞ്ഞവനാക്കുന്ന യേശു നിർമ്മലനാണ്, അവനിൽ പാവമില്ല. അതുകൊണ്ടാണ് അവൻ പറയുന്നത് മുഴുവൻ സത്യമാണ്. ബാക്കിയുള്ള സകല മനുഷ്യരിലും പാവമുണ്ട്. ഇനി ആരെങ്കിലും പറയുക ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, അങ്ങനെ പറയുന്നത് തന്നെ ഭോഷ്കാകുന്നു എന്ന്. നമ്മൾ ആരെങ്കിലും പറയുകയാണ് എനിക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം എന്ത് ചെയ്യുന്നു? നാം ഭോഷ്ക് പറയുന്നു എന്നാണ് ഇവിടെ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യമാണ്. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. അപ്പോൾ നാം പാപിയാണ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ്
പാപത്തിന് മോചനം നൽകുന്ന യേശുവിൽ വിശ്വസിപ്പാനിടയാത്തത്. അനേകർക്ക് അവരും പാപത്തിന്റെ പടുകുഴിയിലാണെങ്കിലും സ്വയനീതീകരണം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പാപമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ ദൈവം പറയുന്നത് അവരെ തന്നെ അവർ വഞ്ചിക്കുകയാണ്. എന്നാൽ നാം പാപികൾ ഒന്നാമനായിരുന്നെന്ന് പൗലോസ് പറയാൻ. കാരണം ക്രിസ്തുവിന്റെ സ്നേഹം അത് മുഴുവനായി പ്രാപിക്കണമെങ്കിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, യേശുവിൽ വിശ്വസിച്ചു എനിക്കൊരു മാറ്റം വന്നിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വ്യാപരിച്ചിട്ടില്ല. എന്നാൽ നമുക്കറിയാം, നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും, എല്ലാ കുറവുകളെയും ക്ഷമിച്ചത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. ആ രക്തത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നത്, നമ്മെ വിശുദ്ധീകരിച്ച കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാണ് നമ്മെ ശുദ്ധിയുള്ളവരാക്കി നിർത്തിയിരിക്കുന്നത്. യേശുവിൽ ആശ്രയിക്കാതെ വിശ്വസിക്കാതെ പാപമോചനമില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ കൂടാതെ ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ കഴിയത്തില്ല. പാപമില്ല എന്നാരെങ്കിലും പറയുന്നെങ്കിൽ അവർ വഞ്ചിക്കുന്നു. അതുകൊണ്ടാണ് കൃപയാൽ നമ്മൾ പാപമോചനം പ്രാപിച്ച് മാനസാന്തരപ്പെട്ടത്. കുറവുള്ളവരായ ദൈവസ്ഥനിൽ വന്ന് പറഞ്ഞത്, കർത്താവേ, ചെയ്തത് എല്ലാം തെറ്റാണ്, പോയ വഴികൾ തെറ്റായിരുന്നു, ലക്ഷ്യമില്ലായിരുന്നു, നിരാശയുടെ മാർഗമായിരുന്നു, മരണത്തിന്റെ മാർഗമായിരുന്നു, പാപം കുടികൊള്ളതായിരുന്നു. എന്നാൽ നിന്റെ ശബ്ദം ഞങ്ങളെ സ്നേഹത്തിലേക്ക് വിളിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത്, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി പാപങ്ങളെ ചുമന്നത് എൻ്റെ പാപം പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ, വാഗൊണ്ടേറ്റ് പറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്തു. കർത്താവ് എൻ്റെ സ്നേഹം നമ്മൾ വ്യാപരിപ്പാൻ ഇവിടെയായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞത്, എന്നിൽ എന്നെ നിങ്ങൾ ആര് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് പറഞ്ഞപ്പോൾ അത് ചോദിപ്പാൻ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തുള്ള ഒരൊറ്റ മനുഷ്യന് പോലും കഴിയത്തില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നവർ വഞ്ചിക്കുന്നാൽ യേശു ജനത്തെ വഞ്ചിക്കുകയല്ല ചെയ്തത്. അവരുടെ ഇടയിൽ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ചിട്ട്, അവരുടെ ഇടയിൽ നിന്നിട്ട് വ്യത്യസ്തമായ ഏതെങ്കിലും അരമനയിലോ വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും വനാന്തരങ്ങളിലോ ആയിരുന്നില്ല യേശു 30 വർഷം ജീവിച്ചത്. അവൻ 12 വയസ്സ് വരെ യെരൂശലേം ദേവാലയത്തിൽ പോയി വരികയൊക്കെ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായി യേശു നസറേത്തിൽ വന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങി നസറേത്തിൽ ജീവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ യേശു എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയല്ല ചെയ്തത്, എവിടെയെങ്കിലും പഠിക്കാൻ പോവുകയല്ല ചെയ്തത്. 30 വയസ്സ് വരെ നസറേത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ നസ എന്ന് പേരറിയപ്പെടുന്നത്. അവൻ 3.5 വർഷം പരസ്യമായി സൂക്ഷിച്ചപ്പോൾ അവൻ്റെ ശുശ്രൂഷയിൽ എങ്ങും തന്നെ ഒരു പിഴവും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നു. അവനെയാണ് പാപമില്ലാത്തവനെന്ന് സ്വർഗം പ്രഖ്യാപിച്ചത്. അവനാണ് പാപത്തിന്റെ പരിഹാരകനായി തീർന്നത്. പാപം അവനിൽ ഉണ്ടായിരുന്നെങ്കിൽ മരണം അവനെ പിടിച്ചു വെക്കുമായിരുന്നു. എന്നാൽ മരണം പിടിച്ചു വെക്കുവാൻ കഴിയാതിരുന്നത് പാപം അവനില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവൻ വിമോചകനായി തീർന്നത്. ഇന്ന് രാത്രിയിലും ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ വിമോചനത്തിന്റെ പ്രസംഗമാ, സ്വാതന്ത്ര്യത്തിന്റെ പ്രസംഗമാ, വിടുതലിന്റെ പ്രസംഗമാ, പ്രത്യാശയുടെ പ്രസംഗമാ. പിടിച്ചു വെക്കുന്ന യാതൊന്നും നമ്മെ പിടിച്ചു വെക്കാൻ കഴിയാതെ അതിൽ നിന്ന് വിമോചനം നൽകുന്ന, ആ പാശങ്ങളെ അഴിച്ച് സ്വതന്ത്രമാക്കുന്ന, സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായ വചനപ്രകാരം നമ്മെ അവൻ അഴിച്ചെടുത്ത, സാത്താനിക പ്രവൃത്തികൾ നമ്മളെ അഴിച്ചെടുത്ത ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഇന്ന് രാത്രിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ക്രിസ്തു മുഖാന്തരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് യേശു അവന്റെ ജീവിതത്തെ വ്യക്തമാക്കി വെളിപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. പറഞ്ഞു, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായികൊണ്ട് കേൾക്കുന്നില്ല. അതെ, പറഞ്ഞു, ഈ വചനം ഉള്ളോട്ട് ചെല്ലണമെങ്കിൽ ദൈവത്തിന് ജനിക്കണം. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായികൊണ്ട് കേൾക്കുന്നില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തതിന്റെ കാരണം, നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം, ഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം, നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തതിന്റെ കാരണം നിങ്ങൾ ദൈവസന്തതി അല്ലായികൊണ്ട് പിശാചെന്ന ബോസ്കിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല, എന്നാൽ ഒരുത്തൻ സ്വന്തം നാമത്തിൽ വരും, അന്ന് നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നു പറഞ്ഞു. ഈ യെരൂശലേമിന്റെ മണ്ണിൽ എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന യഹൂദന്മാർ ഉണ്ടായിരിക്കും. യെരൂശലേമിൽ ഇസ്രായേലിൽ യേശു പഠിപ്പിച്ചപ്പോൾ അവർ അംഗീകരിച്ചില്ല.
എന്നാൽ അവിടെ യേശുവിന് എതിരായിട്ടുള്ള ആൻറ്റി ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടുമ്പോൾ യഹൂദന്മാരെ ഉപദേശിക്കും. ഒരു പറയും എന്തൊരു വലിയ മെസ്സേജാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിപ്പോകുമെന്നാണ് ബൈബിൾ. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിക്കുകയും നീ അത്ഭുതങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തില്ലയോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ വരവിൽ ചെയ്തതിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് യഹൂദന്മാർ അവനെ അംഗീകരിച്ച് അവൻ്റെ ക്ലാസ്സുകൾ, ബൈബിൾ ക്ലാസ്സുകൾ കേൾക്കാൻ പോകുന്ന ദിവസം വരാൻ പോകുകയാണ്. അവരത് വളരെ ശ്രദ്ധയോടെ കേൾക്കും. ബോഷ്ക് എന്ന് പറയുന്നത് കൊണ്ട്, ഈ സത്യമില്ലായ്മ ബോഷ്ക് എന്ന് പറയുന്നത് ഉണ്ടാക്കി പറയുന്നതുകൊണ്ട്, നിരൂപണങ്ങളെ പ്രസ്താവിക്കുന്നതുകൊണ്ട് അത് മുഴുവൻ കേട്ടിട്ട് പറയും, തെറ്റിപ്പോകും. അവസാനം കഥ പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നമുക്കറിയാമല്ലോ, വ്രതന്മാർ അടുത്ത് വരുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കഥ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയും. കാരണം കഥ പറയും, അന്ന് ഞാൻ വന്നത് 2000 ഞാൻ വന്നത് ഒന്നാമത്തെ വരവ് ബെത്ലഹേമിൽ ജനിച്ച് നസറേത്തിൽ വളർന്നവനായിട്ടാണ് വന്നത്. നിങ്ങളുടെ ഇടയിൽ വന്ന് ഇനി പ്രസംഗിക്കാൻ പോകുന്നവൻ ഇത് ക്രിസ്തുവാ. അന്ന് അനേകർ വശീകരിക്കപ്പെട്ടു. ഓരോ കഥ പറഞ്ഞത്, സ്വന്തം നാമത്തിൽ ഒരുത്തൻ വരും, അവനെ നിങ്ങൾ എന്ത് ചെയ്യും, വിശ്വസിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കഥ പറഞ്ഞ ഭാഗം നടക്കാൻ പോകുന്ന കാര്യമാണ്. അത് ഭാവികാല പ്രവചനമാണ്. അത് നിറവേറപ്പെടാൻ പോകുന്ന കാര്യമാണ്. ഇത് ക്രിസ്തുവിനെ അംഗീകരിക്കും. യേശുവിനെ ക്രൂശിച്ചെങ്കിൽ, സത്യം പറഞ്ഞ് യേശുവിനെ വിശ്വസിക്കാതിരുന്നെങ്കിൽ, സത്യത്തിൻ്റെ നായകനായിരിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ അവർ ക്രൂശിച്ചെങ്കിൽ, ഇത് ക്രിസ്തുവാകുന്ന സാത്താൻ്റെ സന്തതിയെ യഹൂദന്മാർ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. എന്നാൽ അതിന് മുമ്പായി സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഒരുക്കിയെടുത്തുകൊണ്ട് പോകും. അതിനായി ഇന്ന് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ പറഞ്ഞത്, ഭാവികാല സംഭവങ്ങളുടെ ബന്ധത്തിലും നാം തിരിച്ചറിവുള്ളവരായിരിക്കണം. ഈ യെരൂശലേമിൻ്റെ മണ്ണിൽ നടക്കാൻ പോകുന്നത് വലിയ പഠിപ്പിക്കലുകളൊക്കെയാണ്, വലിയ ഉപദേശങ്ങളൊക്കെയാണ്. കർത്താവ് ശുശ്രൂഷിച്ച പോലെ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ആകാശത്തുനിന്ന് തീയിറക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ പോകുക. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടി ലോകത്തെ വഞ്ചിക്കുമെന്നുള്ളത് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. അതിനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ല, എന്നാൽ സ്വന്തം നാമത്തിൽ ഒരുത്തൻ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും എന്നാണ് കർത്താവ് പറഞ്ഞത്. അവൻ യേശുക്രിസ്തു സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവനെ കൈക്കൊണ്ടില്ല. എന്നാൽ സ്വന്തമല്ലാത്ത ഒരുത്തൻ ബോഷ്കിൻ്റെ വേഷം കെട്ടി അവൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഈ യഹൂദനെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരാദ്യം അംഗീകരിക്കും. പിന്നീടാണ് മനസ്സിലാകുന്നത് ചതിക്കപ്പെട്ടു പോയി എന്നുള്ളത്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, സത്യമാർഗത്തിലേക്ക് വരുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. ആർക്കെങ്കിലും ഇതുവരെയും ഈ സത്യമാർഗത്തിൻ്റെ വഴി തുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇന്നും കണ്ണുകൾ അടയപ്പെട്ട് കുരുട്ട് കണ്ണുകളാണെങ്കിൽ, ആ അവിശ്വാസിയായിരിക്കുന്ന ആ ജീവിതങ്ങളെ കുരുടാക്കി വച്ചിരിക്കുന്ന അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങളുണ്ട്. കണ്ണു തുറക്കാതിരിക്കുന്ന, യേശുവിനെ കാണാതിരിക്കുവാൻ, ഈ സുവിശേഷം കേൾക്കാതിരിക്കുവാൻ വേണ്ടി കുരുടാക്കി വച്ചിരിക്കുന്ന പൈശാചികശക്തിയിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിനെയാണ് രക്ഷപ്പെടുക എന്ന് പറയുന്നത്. നമ്മുടെ ബന്ധനങ്ങളെ അവൻ അഴിച്ചനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സന്ദേശം കേൾക്കുന്ന അനേകരുടെ കണ്ണുകൾ തുറക്കപ്പെടണം, ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടണം. ഈ ലോകത്തിന് ദൈവം വഞ്ചിച്ചിരിക്കുന്ന അനേകരുടെ ബോഷ്കിൻ്റെ പിടിയിൽ നിന്ന് അവർ വെളിയിൽ വരുവാൻ വേണ്ടിയാണ് ദിവസങ്ങൾ സത്യവചനം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് കഥ പറയുകയാണ്, ഇവർ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, യുവതന്മാരോട്, നീ ഒരു ശമര്യൻ, നിങ്ങൾക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഈ വിളിച്ചു പറയുന്നത് നീ വാസ്തവത്തിൽ ഒരു ശമര്യനാണ്. ശമര്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതൊരു സങ്കര വർഗത്തിൽപ്പെട്ടതാണ് ശമര്യൻ എന്ന് പറയുമ്പോൾ. യുവതിമാർക്ക് ശമര്യരെ അവരെ അടുപ്പിക്കത്തില്ലായിരുന്നു. കാരണം നമുക്കതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പം ഇസ്രായേൽ വഴിതെറ്റിപ്പോയപ്പോൾ, ദൈവം അവരെ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ, അവിടെ അതിന് പകരമായിട്ട് ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും അതിന് പകരമായിട്ട് ബാബേലിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരെ കൊണ്ടുപോയി, 5 ജാതികളെ കൊണ്ടുപോയി അവിടെ ശമര്യ സ്ഥലങ്ങളിൽ, ദേശങ്ങളിൽ താമസിപ്പിക്കുകയും അവർ യഹൂദനുമല്ല
ജാതിയുമല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു രീതിയിലേക്ക്, ഒരു കൾച്ചറിലേക്ക് മാറി അവരാണ് ശമരിയക്കാർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, നീ ഒന്നുമല്ല, നീ യഹൂദനുമല്ല, നീ ആരുമല്ല, നീ ഒരു മനുഷ്യനുമല്ല, നീ യഥാർത്ഥത്തിൽ ഒരു ശമരിയനാ എന്ന് പറഞ്ഞാൽ നിനക്കൊരു ഐഡന്റിറ്റി ഇല്ല. നീ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, പക്ഷേ ഈ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളതല്ല. ഇവിടെ അവർ പറഞ്ഞത് നീ ഒരു ശമരിയനാ. ഈ ശമരിയൻ എന്ന് പറയുമ്പോൾ യഹൂദനാണോ എന്ന് ചോദിച്ചാൽ യഹൂദയുടെ ഇസ്രായേലിൽ താമസിക്കുന്നവരാ. പക്ഷേ ആരാരുടെ ബന്ധത്തിലൊക്കെ തിരിച്ചറിവുണ്ട് എന്താണെന്ന്. അതുകൊണ്ടാണ് ശമരിയ സ്ത്രീ പറഞ്ഞത്, ഞങ്ങൾ ഈ മലയിൽ നമസ്കരിക്കുന്നു, നിങ്ങളോ യെരൂശലേമിൽ നമസ്കരിക്കുന്നു, ഒക്കെ ആ മലയിലാണെന്നൊക്കെ പറയുമ്പോൾ കഥ പറഞ്ഞു, ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല സത്യനമസ്കാരികൾ പിതാവാൻ ദൈവത്തെ നമസ്കരിക്കുന്ന നാഴി വരുമെന്ന് പറഞ്ഞ് ശമരിയാസ്ത്രീയോട് സംസാരിക്കാൻ ഇടയാത്തുന്നു. ഞാൻ പറഞ്ഞത്, ഇവര് എങ്ങനെ കാഴ്ചപ്പാട് വന്നപ്പോൾ ഇവർ പറഞ്ഞു, ഇവന് യഥാർത്ഥത്തിൽ ഈ യഹൂദനായിട്ടുള്ള ഒരു രീതിയിലല്ല ഇവൻ സംസാരിക്കുന്നത്, ഇവനൊരു ശമര്യനാ. അത് മാത്രമല്ല, ഒരു ശമര്യനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ശമര്യക്കാരനുമാണ് ഒരു ഭൂതം കൂടി പിടിച്ചവനവൻ. നോക്കണം കേട്ടോ. യേശുവിനെ അവഹേളിക്കുക. നീ യഹൂദനല്ല, നീ ഒരു ശമര്യനാ. നീ ഒരു സാധാരണ ശമര്യക്കാരനാണ് ഞങ്ങൾ അംഗീകരിക്കാമായിരുന്നു, പക്ഷെ നീ ഭൂതം പിടിച്ച ഒരു ശമര്യക്കാരനാ. എത്രമാത്രമാ യേശുവിനെ അവർ അവഗണിച്ചെന്നറിയാമോ? ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 7-ാം അധ്യായം 20-ാം വാക്യത്തിലും ഇതുപോലെ തന്നെ അവർ പറഞ്ഞു. 7-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറഞ്ഞത്, 7-ാം അധ്യായം 20-ാം വാക്യം നമ്മളത് സംസാരിച്ചപ്പോൾ അതേക്കുറിച്ച് ചിന്തിച്ച് 7-ാം അധ്യായം 20-ാം വാക്യത്തിൽ യഹൂദന്മാർ പറയുന്നുണ്ട്, നിന്റെ പുരുഷാരം, നിനക്ക് ഭൂതമുണ്ട്, ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പറയുക, നിന്നെ ആരാ കൊല്ലാൻ ശ്രമിക്കുന്നത്? നീ ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഒരു മനുഷ്യാത്മാവുള്ള മനുഷ്യനല്ല, ദൈവാത്മാവ് നിനക്കില്ല, ഭൂതമാണ് നിന്നിൽ വ്യാപരിക്കുന്നത്. ഭൂതാത്മാവിലാണ് നീ സംസാരിക്കുന്നത്, സുബോധത്തിലല്ല സംസാരിക്കുന്നത്. ഇനി ആരെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതെന്നാണ് പറഞ്ഞത്. ഒരു പറഞ്ഞൊരു ഭൂതമുണ്ടെന്ന് പറഞ്ഞു. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന് എതിരെ പറയുന്ന ദൂഷണങ്ങൾ ക്ഷമിക്കും, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ദൂഷണങ്ങളെ ക്ഷമിക്കുകയില്ല എന്ന് യേശു ഇവരോട് പറയാൻ കാരണം, ഇങ്ങനെ കൂടെ കൂടെ ഇവര് പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി യേശു വ്യാപരിച്ചിരുന്ന പരിശുദ്ധാത്മാവ് അത് സത്യദൈവത്തിൻ്റെ ആത്മാവല്ല, ഭൂതാത്മാവാണെന്ന് യഹൂദന്മാർ വിളിച്ചു പറഞ്ഞപ്പോൾ യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 29-30 വാക്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നേരെ മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവന് ഒരു അശുദ്ധാത്മാവ് ഉണ്ട് എന്നവർ പറഞ്ഞിരുന്നു. അതാ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞാൽ ഈ ലോകത്തിൽ വരാനുള്ളതിലും ക്ഷമ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നിത്യശിക്ഷയ്ക്ക് കാരണമായിത്തീരും. തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇവരെ രക്ഷിക്കപ്പെടുകയില്ല എന്ന് പറയാൻ കാരണം, ഈ സത്യാത്മാവിൽ സംസാരിക്കുകയും സത്യാത്മാവിൽ പ്രവർത്തിക്കുകയും ചെയ്ത യേശുവിൽ വിശ്വാസമില്ലാതെ അവനെ ഒരു താണജാതിക്കാനായിരിക്കുന്ന ശമര്യക്കാരനാക്കിയും അതിലും താഴ്ന്ന അവസ്ഥയിൽ അവനെ ഒരു ഭൂതമുള്ള ശമര്യക്കാരനായി അവർ തരം താഴ്ത്തി അവർ കാണിച്ചപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് ഭൂതമില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കത്രേ ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. മനസ്സിലായോ? ഇവരുടെ സംസാരത്തിന് കഥ പറഞ്ഞു, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. നീ യഹൂദനല്ല, നീ ഒരു ശമര്യനാ. ശമര്യൻ മാത്രമല്ല, ഭൂതം പിടിച്ച ശമര്യനാണെന്ന് പറഞ്ഞ് യേശുവിനെ അപമാനിച്ചു. പറഞ്ഞു, എനിക്ക് ഭൂതമില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കത്ര ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ
ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ഇതും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ഇവന് ഭ്രാന്ത് മൂത്തു. അപ്പം ഇവർ വിചാരിക്കുന്നതിൽ നിന്ന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും യേശു പറയുന്നത്. ആലോചിച്ച് നോക്ക്. കഥ എനിക്ക് ബോധമൊന്നുമില്ല. എൻ്റെ പിതാവിനെ ബഹുമാനിക്കത്ര ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നു. എന്താ പറഞ്ഞു? ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. എന്നെ അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട്. മഹത്വം അന്വേഷിക്കുന്ന ഒരുവനുണ്ട്. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ദൈവം കാത്തിരുന്നത് അവനെ മഹത്വപ്പെടുത്തുന്ന കാണുവാൻ വേണ്ടിയാ. ഇവിടെ ഒരു കൂട്ടർ അപമാനിച്ചുവെങ്കിൽ ആ ഒരു അപമാനം മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് സുവിശേഷങ്ങൾ വിവിധ സ്ഥലത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ, അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ, അടയാളങ്ങൾ ചെയ്തപ്പോൾ അവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി അതിശയിച്ചു. ഞങ്ങൾ കാണാത്ത കാര്യങ്ങൾക്ക്, അവിടെ അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവൻ ഉണ്ട്, സ്വർഗത്തിലുണ്ട്. കാര്യം മനസ്സിലായോ? ഇത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അന്വേഷിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നത് പിതാവിനെ ഏൽപ്പിച്ച ജോലി ചെയ്യുകയാണ്. ഞാൻ ആ ചെയ്യുന്ന പ്രവൃത്തി മുഖാന്തരം ആ ദൈവത്തിൻ്റെ മഹത്വം ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. അതവൻ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ മഹത്വം അല്ലെങ്കിൽ എൻ്റെ സ്തുതി മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. പിതാവാം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ദൈവം കാത്തിരുന്നത് തൻ്റെ പുത്രനിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ദൈവത്തെ ജനങ്ങൾ മഹത്വീകരിക്കണമെന്നുള്ളതാണ്. അത് യഹൂദയിൽ നടന്നിരുന്നു, യെരൂശലേമിൽ നടന്നിരുന്നു. ആ യേശു പോയ എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തി. നിങ്ങൾ അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കുരുടർ കാണുകയും ചെകിടർ കേൾക്കുകയും മുടന്തർ നടക്കുകയും കുഷ്ഠരോഗികൾ സൗഖ്യമാകുകയും മരിച്ചവർ ഉയർക്കുകയും ചെയ്ത അനവധി സംഭവങ്ങൾ അതെ ഒന്നൊന്നായി യേശു ചെയ്തപ്പോൾ അത് മുഴുവൻ എഴുതുവാൻ കഴിയാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി, ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഒരു കൂട്ടർ ആ മതത്തിന്റെ അന്ധത മുഖാന്തരമായി യേശുവിനെ പരിഹസിച്ച് അപമാനിച്ചു. അവനെ അപമാനിച്ചപ്പോൾ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, എന്നാൽ എന്നെ അയച്ച പിതാവ് മഹത്വം അന്വേഷിക്കുന്നുണ്ട്, അതവൻ ഈ ഭൂമിയിൽ നിന്ന് കാണുന്നുമുണ്ട്. മറുഭാഗത്ത് വിധിക്കുന്നുമുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ, ദൈവപ്രവൃത്തി കണ്ടിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ ന്യായവിധിക്ക് അകപ്പെടുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് അത് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ പറ്റിയില്ല. യേശുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പിതാവാം ദൈവത്തെ അവർക്ക് അംഗീകരിക്കാൻ കഴിയാതിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, അന്വേഷിക്കുന്നവനുണ്ട്. സ്വർഗീയ പിതാവ് തൻ്റെ പുത്രൻ മുഖാന്തരമായി ലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയെ അന്വേഷിക്കുന്ന രാത്രിയിലും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ പ്രവൃത്തി മുഖാന്തരമായി പിതാവാം ദൈവത്തിന് മഹത്വം കരേറ്റുമാറ് ദിവസങ്ങൾ വലിയ പ്രവൃത്തികളെ ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിന് മഹത്വം കരേറ്റം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കായി ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മഹത്വം കരേറ്റണം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായി, എല്ലാ പ്രവൃത്തികൾക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. സ്വർഗം അന്വേഷിക്കുന്നുണ്ട്. അതെ, ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ ഒരിക്കലും മറന്നു കളയരുത്. സ്വർഗം അന്വേഷിക്കുക. പരിശുദ്ധാത്മാവ് മുഖാന്തരമായി ലോകത്തിൽ അത് ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിന് മഹത്വം കരേറ്റുവാൻ ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. സ്വർഗം അന്വേഷിക്കവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ അത് ന്യായം വിധിക്കുവാൻ കാരണമായി തീരുമെന്നാണ് കർത്താവ്. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് മഹത്വം കരേറ്റണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമുക്കങ്ങനെ എത്ര കാര്യങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പിതാവാം ദൈവത്തിന് സ്തോത്രം വരുമാറ്
ഈ പുത്രനാം ക്രിസ്തു ചെയ്ത പ്രവൃത്തി മുഖാന്തരമായി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മുഖാന്തരമായി നാം സ്വർഗത്തിന്റെ പിതാവിന് മഹത്വം കരയറ്റുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവജനം സ്വർഗീയ ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കണം. മഹത്വത്തിന് കാരണമായിട്ടുള്ളത് പുത്രനാം ദൈവത്തിന്റെ പ്രവൃത്തി മുഖാന്തരമായി, പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പ്രവർത്തിക്കുന്ന മുഖാന്തരമായി നമ്മളിന്ന് ആ മഹത്വം, സ്തോത്രം വർദ്ധിച്ചു വരുവാൻ ഇടയാറ്റണം. മറ്റുള്ളവർ അപമാനിക്കട്ടെ, മറ്റുള്ളവർ പലതും പറയട്ടെ, ഈ മാർഗത്തെ നിന്ദിക്കട്ടെ, എന്നാൽ ദൈവമക്കളുടെ വായിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം ഉയരുമ്പോൾ സ്വർഗം പറയും, ഞാൻ അന്വേഷിക്കുന്നത് അതേ എനിക്ക് ലഭിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒലിവുമലയുടെ ഇറക്കത്തിലൂടെ യേശുവിനെ അവര് ഓശന്ന പാടിക്കൊണ്ട് പോകുമ്പോൾ അതിനെ എതിർക്കുവാൻ ഇടയാത്തി വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എതിർത്താൽ കല്ലുകളാർക്കുമെന്ന് പറഞ്ഞിട്ട് ഇടയാത്തുന്നു. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം ദൈവം ശിശുക്കളുടെയും ഒക്കെ വായിൽ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ ശിശുക്കളെ പോലെ ദൈവം ചെയ്ത എല്ലാ കാര്യത്തിനും നന്ദിയുള്ളവരായി സ്തോത്രം. നമ്മുടെ കഴിവുകൊണ്ടല്ല കേട്ടോ, നമ്മുടെ മിടുക്കുകൊണ്ടല്ല. രാത്രി പറഞ്ഞ കർത്താവേ, സംസാരിക്കാൻ കഴിയുന്നത് നിന്റെ കൃപയാണ്. എനിക്കിന്ന് ഇവിടെ ഇരിക്കാൻ കഴിയുന്നത് നിന്റെ കൃപയാണ്. കർത്താവേ, എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഇന്ന് കിടക്കാൻ കഴിയുന്നത് അങ്ങയുടെ കൃപയാണ്. എത്ര പേർക്ക് രാത്രി പറയാൻ സാധിക്കും? എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ കഴിയുമോ? രാത്രി ഇതുവരെയും സ്തോത്രം ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ല എങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളിൽ ആ മഹത്വം ദൈവം അന്വേഷിക്കുകയാണ്. അതെ, നമുക്ക് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്വർഗത്തിന് എപ്പോഴും മഹത്വം കൊടുക്കുന്നതായി തീരുവാൻ, സ്വർഗം അന്വേഷിക്കുന്ന ആ മഹത്വം നമ്മളിന്ന് നമ്മുടെ തലമുറകളിൽ നിന്ന് ഉയരുവാൻ കർത്താവ് സഹായിക്കട്ടെ നമ്മളെ. ഇപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞു, അന്വേഷിക്കുന്നു, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവൻ ഉണ്ട്, സ്വർഗത്തിലുണ്ട്, പിതാവാം ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്തിൽ ഏകദേശം 750 കോടി ജനങ്ങളുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നവരാ, ദൈവത്തിൽ നിന്നുള്ള നന്മ അനുഭവിക്കുന്നവരാ. ഇന്ന് ലഭിച്ച സകല നന്മകളും, നാം ശ്വസിച്ച വായുവും കുടിച്ച വെള്ളവും ആഹാരവും എല്ലാം ഉളവാക്കി തന്നവൻ ഒരുവനാ. പക്ഷേ എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? അതെ, ദൈവം അന്വേഷിക്കുകയാണ്. തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ, തന്നെ ആരാധിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം നോക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി തീരുവാൻ ഇടയാത്തരുമെങ്കിൽ, കഥ നമ്മളെ അന്വേഷിക്കുന്നത് നമുക്ക് ആ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നതായി തീരുവാനുള്ള ആ പദവി നമുക്ക് തന്നതിനായി ഇന്ന് രാത്രിയിലും സ്തോത്രം ചെയ്യാം. ഞാൻ വിശ്വസിക്കുന്നു ഈ ഭാഗത്തിൻ്റെ വ്യാഖ്യാനം മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ എന്താണ് ദൈവം അന്വേഷിക്കുന്നത്? ദൈവം അന്വേഷിക്കുന്ന മഹത്വം അന്വേഷിക്കുന്നു. ആരുടെ മഹത്വം? പിതാവാം ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. എന്തുകൊണ്ട്? പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി മുഖാന്തരം പരിശുദ്ധാത്മാവ് സഭ സ്ഥാപിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സ്തോത്രം വർദ്ധിപ്പിച്ചുകൊണ്ട് ദിവസങ്ങളിൽ പിതാവാം ദൈവത്തിന് മഹത്വം കരയറ്റുന്ന വലിയ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനായി ഇന്ന് രാത്രിയിൽ നാം മഹത്വപ്പെടുത്തുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, ദൈവം അന്വേഷിക്കുന്നത് നമ്മളിൽ കണ്ടെത്തുന്നത് എത്ര ഭാഗ്യകരമാണ്. ദൈവം അന്വേഷിക്കുന്ന ആ ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹം ദൈവം അന്വേഷിക്കുമ്പോൾ നമ്മിലും നമ്മുടെ തലമുറകളിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞെങ്കിൽ എത്ര വലുതാ. അങ്ങനെയുള്ളവരെ കർത്താവ് പറയും, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായി തീരും. അതെ, ദൈവത്തെ നിന്ദിക്കുന്ന ആ നിന്ദിതരായി തീരുമ്പോൾ ദൈവത്തെ മാനിക്കുന്നവർ മാനിക്കപ്പെടുവാൻ പോകുകയാണ്. നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണിക്കുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയോ എൻ്റെ വചനം പ്രമാണിക്കുന്നതിന് ഒരു നാളും മരണം ആസ്വദിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ കഥ പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവൻ, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന് പറഞ്ഞു.
എൻ്റെ വചനം പ്രമാണിക്കും ഒരുനാളും മരണം കാണിക്കയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവനോട് നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയോ എൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരു നാളും മരണം ആസ്വദിക്കുകയില്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? ചോദിക്കുക, നീ വലിയവനാണോ? ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനാണോ? 4-ാം അധ്യായം എൻ്റെ 12-ാം വാക്യത്തില് നമ്മൾ കണ്ടിരുന്ന ശമരിയ സ്ത്രീ ചോദിച്ചു, നീ യാക്കോബിനേക്കാൾ വലിയവനാണോ എന്ന്. ഇവിടെ ഇത് പറയാ, അബ്രഹാം ആയിരുന്നു ഞങ്ങളുടെ പിതാവ്, അവൻ മരിച്ചല്ലോ, അവന്റെ കല്ലറയുണ്ടല്ലോ. ദാവീദ് മരിച്ചല്ലോ, കല്ലറയുണ്ടല്ലോ. അങ്ങനെ കല്ലറകൾ നിരവധി ലോകത്തിലുണ്ട്. അവരൊക്കെ വലിയ വിശ്വാസ വീരന്മാരായിരുന്നു, അവരൊക്കെ മരിച്ചു കിടക്കുക. പക്ഷേ നീ പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരണം കാണുകയില്ലെന്ന്. കർത്താവിടെ അവരോട് പറഞ്ഞത് ജഡമരണം കാണത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം. കർത്താവ് നിത്യജീവന്റെ മൊഴികൾ. അവൻ ഒരു നാടും, യേശു വിശ്വസിക്കുന്നവൻ ഒരു നാടും നിത്യ മരണത്തിന് ഇടയാകുകയില്ല. അതാണ് കർത്താവ് പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. മരണം കാണുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് ഒരു നാളും അകന്നു പോകത്തില്ല. ദൈവത്തിന്റെ വചനം ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവത്തിനടുത്തേക്ക് അടുത്തു വരുവാൻ കഴിഞ്ഞു. ഓ, പാവമാകുന്ന മരണം മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യവംശത്തെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ശക്തിയാൽ നമ്മെ ദൈവത്തോട് സമീപസ്ഥരാക്കി തീർത്തു. യേശു പറഞ്ഞു, എൻ്റെ വചനം കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തോട് സമീപസ്ഥരായി തീർന്നു കഴിഞ്ഞാൽ അവർക്ക് മരണം പിന്നെയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അവർ വേർപെടുത്തില്ല. രാത്രി അതാണ് അർത്ഥം. നമുക്ക് ദൈവത്തോടടുത്ത് വരുവാൻ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമീപസ്ഥരാക്കി തീർത്തു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്ന മരണം നമ്മളിന്ന് മാറിപ്പോയി, നാം ജീവങ്കിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണ് സത്യദൈവത്തെ ആരാധിക്കുവാനും അവന് സ്തോത്രം ചെയ്യാനും അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഭാവി കാലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരുക്കപ്പെടുവാനും ഒക്കെ കൃപ നൽകിയിരിക്കുന്നത് ദൈവത്തോട് അടുത്ത് വന്നിരിക്കുന്ന മരണം നീങ്ങിപ്പോയത് കൊണ്ടാണ്. യേശു പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ അത് സത്യമല്ലേ, യാഥാർത്ഥ്യമല്ലേ? അതെ, യേശു വിശ്വസിച്ച് അന്ന് മുതൽ ദൈവത്തോട് അടുത്ത് വന്ന് അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് പറയാൻ സാധിക്കും, ഞങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. ഇരുളിൽ നിന്ന് എന്നെ മാറ്റി വെളിച്ചത്തെങ്കിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദൈവകൃപയുണ്ട്. എല്ലാറ്റിലും ഉപരി ഭാവികാല സംബന്ധമായ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. അതിനെയാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അതെ, ക്രിസ്തുവിൽ വിശ്വസിച്ച് അന്ന് മുതൽ നമ്മൾ മരണത്തെയല്ല പേടിക്കുന്നത്. അതെ, നമ്മൾ കർത്താവിനോട് ചേർന്നിരിപ്പാൻ, അവനോട് വസിപ്പാൻ വാഞ്ചിക്കുകയാണ്. അതെ, അതുപോലെ കർത്താവ് പറഞ്ഞ വചനം എത്ര സത്യസന്ധമായ കാര്യമാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണം മനുഷ്യന്റെ പാപമായിരുന്നു. യേശു വിശ്വസിച്ച് കഴിയുമ്പോൾ, പാപം മാറിക്കഴിയുമ്പോൾ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാൻ, ഒറ്റയ്ക്കായിരിക്കുമ്പോഴും പ്രാർത്ഥനയിലും എല്ലാം ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാൻ നമുക്ക് കൃപ തന്നത് മരണം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയത് കൊണ്ടാണ്. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നമ്മെ ദൈവത്തോട് സമീപസ്ഥരാക്കിയത് കൊണ്ടാണ് മരണം നമ്മളെ വിട്ടുമാറി നാം ജീവങ്കലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. ചലനാത്മകമായ ക്രിസ്ത്യ ജീവിതമുള്ള വ്യക്തികളെല്ലാം യേശുവിൽ വിശ്വസിച്ചവരായതുകൊണ്ട് അവരെല്ലാവരും അവർ ജീവനുള്ളവരാണ്, ദൈവത്തിൽ നിന്ന് അകന്നവരല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നമ്മെ ദൈവത്തിൽ നിന്ന് വേർപിരിപ്പാൻ ആർക്കും കഴിയും? ഒരു ശക്തിക്കും കഴിയത്തില്ല. ആർക്കും മാറ്റുവാൻ കഴിയാത്ത വിധത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തോട് അടുപ്പിച്ചത് കൊണ്ട് നമുക്ക് രാത്രി പറയാം, ഞങ്ങൾ ദൈവത്തിന് സമീപസ്ഥരാക്കി തീർത്തു. അതെ, ഈ രാത്രിയിലും ആ മരണം നീങ്ങി ജീവനിലേക്ക് കടന്നു വന്ന് ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം നമുക്ക് തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. അതാ കർത്താവ് പറഞ്ഞത്, എന്നിൽ എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണില്ല. അർത്ഥം
ദൈവത്തിന് അകന്നു പോകത്തില്ല. ദൈവത്തോട് അവൻ കൂടുതൽ കൂടുതലായി അടുത്തു വരികയുള്ളൂ. വചനം വിശ്വസിക്കും തോറും അധികമധികമായി ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയും. നമ്മൾ ദൈവത്തോട് ഒന്നായി ചേരും. അതിനെയാണ് ഇവിടെ മരണം കാണുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് ഉത്തരം പറഞ്ഞു. യോധന്മാവനോട് നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയോ എൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരു നാളും മരണം ആസ്വദിക്കുകയില്ലെന്ന് പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവർ നോക്കിയപ്പോൾ ഈ മരണമെന്നുള്ളത് അവർ വിചാരിച്ചത് ഭൗമികമായിരിക്കുന്ന ജഡമരണത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. അവർ നോക്കിയപ്പോൾ നിരവധി കല്ലറകൾ ചൂണ്ടിക്കാണിക്കുക. അവർ അബ്രഹാം മരിച്ചു, അതുപോലെ അങ്ങനെയുള്ള പിതാക്കന്മാരെല്ലാവരും മരിച്ചു, അവരെക്കാൾ നീ വലിയവനാണോ എന്ന് ചോദിക്കുമ്പോൾ ആ വലിയവനാണെന്നുള്ളത് കർത്താവ് തൻ്റെ ജീവിതത്തോടെ വെളിപ്പെടുത്തി. അവരുടെ എല്ലാം പിതാക്കന്മാരുടെ കല്ലറകൾ കിടക്കുന്നിടത്ത് ഒരു കല്ലറ മാത്രം തുറക്കപ്പെട്ടിന്നും കിടക്കുന്നു. അവൻ സകലിലും വലിയവനാണ്. രാത്രിയിൽ എല്ലാവരിലും വലിയവനായ ഉന്നതനായിരിക്കും നമ്മുടെ കർത്താവ്. അവൻ മരണത്തെ ജയിച്ചുയർത്തേറ്റ കല്ലറ ഇന്നും തുറക്കപ്പെട്ട കല്ലറയായി കിടക്കുമ്പോൾ, അതെ, അവനിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും മരണത്തിലകപ്പെടാതെ നിത്യജീവന്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സമീപസ്ഥരാക്കി തീർത്ത ക്രിസ്തുയേശുവിന്റെ പുണ്യാക രക്തത്തിനായി സ്തോത്രം ചെയ്യാം. രാത്രി കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അതെ, ദൈവം നമുക്ക് കൃപ തന്നല്ലോ, ദൈവം നമ്മളെ കരുതിയല്ലോ, അവന്റെ സന്തതികളായി തീരുവാൻ, വചനം കേൾക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. അതെ, മറ്റുള്ള ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും ശബ്ദത്തിന് പിന്നാലെ പോകുകയല്ല, യേശുവിന്റെ വചനം കേട്ട് അവനെ അനുഗമിപ്പാൻ നമുക്ക് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യാം. അത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഭൂതോപദേശമായി തോന്നും, നവീനോപദേശമായി തോന്നും, മനസ്സിലാക്കാൻ കഴിയാത്താണെന്ന് പറയും. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഏഴകളാകുന്ന നമുക്ക് അത് ഗ്രഹിച്ചെടുക്കുവാൻ ദൈവം കൃപ തന്നതിനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. എന്ന് വെച്ചാൽ നാളെ നമുക്ക് തുറന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം.